ഇടുക്കി ഇടമലക്കുടിയിലെ റേഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗുരുതര കണ്ടെത്തലുമായി ഭക്ഷ്യ കമ്മീഷൻ. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിയതിന്റെയോ വിതരണം ചെയ്തതിന്റെയോ രേഖകളില്ല. റേഷൻ കട പ്രവർത്തിച്ചത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ എന്ന കണ്ടെത്തലുമുണ്ട്. റേഷൻ വിതരണത്തിൽ പൊതുവിതരണ വകുപ്പിലെ ജീവനക്കാർക്കും വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടർ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതായിട്ട് DSO നമ്മളോട് രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ സൊസൈറ്റി കൂടി റേഷൻ കട സന്ദർശിച്ചതിലും ആ പ്രദേശത്തെ ജനങ്ങളോട് സംസാരിച്ചതിലും അടിസ്ഥാനത്തിൽ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. ഗിരിജൻ സൊസൈറ്റിയുടെ പേരിലാണ് ഈ 2 റേഷൻ കടകളും. ആ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ ഒട്ടും അഭികാമ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഈ രീതിയിൽ എങ്ങനെയാണ് ഒരു റേഷൻ കടയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുക? യാതൊരുവിധ രേഖകളും സൂക്ഷിക്കാതെ അവിടെ പൊതുവിതരണം നടന്നു, ധാന്യങ്ങൾ അടക്കം വിതരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം തന്നെ ഇത് ആ റേഷൻ കടയിലെ ആൾക്കാരുടെ മാത്രം വീഴ്ചയല്ല, പൊതുവിതരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ഇതിൽ വീഴ്ചയുണ്ട് എന്നൊരു കണ്ടെത്തൽ കൂടിയുണ്ട്. ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയും ആക്ഷേപവും ഒക്കെ അവിടെ ഉയർന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? പ്രജിൻ, എന്തായാലും ഈ റേഷൻ വിതരണത്തിൽ ഇടമലക്കുടിയിൽ നടന്നിരിക്കുന്നത് വലിയ കൊള്ള എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. അതിൽ യാതൊരു മാറ്റവുമില്ല. 65,000 കിലോ അരിയാണ് ആ പാവപ്പെട്ട ആദിവാസികൾക്ക് കിട്ടേണ്ട 65,000 കിലോ അരിയാണ് ചിലർ ഇടപെട്ടുകൊണ്ട് അവിടുന്ന് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഭക്ഷ്യ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. 2 റേഷൻ കടകളാണ് ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത്. ഒന്ന് സൊസൈറ്റി കുടിയിലും ഒന്ന് വെള്ളവരക്കുടിയിലും. ഇവിടെ ഈ 2 റേഷൻ കടയിൽ നിന്നായിട്ടാണ് 65,000 കിലോ അരി കാണാതെ പോയത്. പേസ് മെഷീനിൽ 75,000 കിലോ അരി സ്റ്റോക്ക് ഉണ്ട് എന്ന് കാണിച്ചിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ തന്നെ 65,000 കിലോ അരി കാണാതായി. 5,000 കിലോ അരി മാത്രമാണ് സ്റ്റോക്കിലുള്ളത് എന്നുള്ളതും വ്യക്തമാവുകയും ചെയ്തതാണ്. പിന്നീടാണ് കഴിഞ്ഞ ദിവസം കളക്ടർ ഒരു തുടരന്വേഷണത്തിനുൾപ്പെടെ ഉത്തരവിടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ ഭക്ഷ്യ കമ്മീഷന്റെ ഒരു പരിശോധനയും ഇന്നലെ അവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും ദേവികുളം ഗിരിജൻ സൊസൈറ്റിയുടെ കീഴിലാണ് ഈ റേഷൻ കട പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ലൈസൻസിമാർക്ക് കൃത്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് എത്ര കിലോ അരി വന്നുവെന്നോ എത്ര കിലോ അരി ആളുകൾക്ക് വിതരണം ചെയ്തുവെന്നോ എന്ന തരത്തിലുള്ള ഒരു രേഖകളും അവിടെ ഇല്ല. മാത്രമല്ല റേഷൻ കടയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഡോക്യുമെന്റും അവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. മാത്രമല്ല സപ്ലൈ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാർ എന്നിവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും ഈ ഭക്ഷ്യ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കളക്ടറുടെ നിർദ്ദേശത്തിന് പ്രകാരം അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല ഈ അരി കാണാതായ സംഭവത്തിൽ പോലീസിനോടും അന്വേഷണം നടത്തണമെന്നും ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തിയാൽ അവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്നുള്ളൊരു കാര്യം കൂടി ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്തായാലും പാവങ്ങളെ പറ്റിച്ച് 65,000 കിലോ അരി അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ കള്ളന്മാർ പിടിയിലാകുക തന്നെ ചെയ്യണം. അതിനുള്ള നടപടി ഉടൻ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് ഭക്ഷ്യ കമ്മീഷനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.